സിംഗേഴ്സ് ക്ലാസിക്കലി ട്രെയിൻഡ് ആവുന്നത് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ്? എനിക്ക് പേഴ്സണൽ അഭിപ്രായം നല്ല ഹെൽപ്ഫുള്ളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ അതിന് ഒരു അളവുകോലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സിംഗേഴ്സ് അല്ലേ ഉദ്ദേശിച്ചത്, പ്ലേ ബാക്ക് സിംഗിങ് അല്ലേ. അതിൽ ഒരു അളവുകോലുണ്ട്, അതെങ്ങനെ അത് നിയന്ത്രിക്കണം എന്നുള്ള ഒരു ഇതാണ് കാണേണ്ടത്. കാരണം കർണാട്ടിക്കിൽ തീവ്രമായി ട്രെയിൻ ചെയ്യപ്പെട്ട ഒരാൾ ചിലപ്പോൾ ലൈറ്റ് മ്യൂസിക് പാടുമ്പോഴേക്കും അതിനൊരു വേറൊരു ഗരിമയാണ് ഉണ്ടാകുന്നത്. ലൈറ്റ് ആവാറില്ല പലപ്പോഴും. ചിലപ്പോൾ അതിൻ്റെ ഒരു ഈ അഴുത്തം എന്ന് നമ്മൾ ട്രഡീഷണലി പറയും, ആ വാക്കാണ് പറയാറ്. ആ ഒരു കർണാട്ടിക്കിസം എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് ലൈറ്റിൽ വന്നാൽ അത് പറ്റില്ല. കാരണം അത് പദമായി തന്നെ പറയണം. പദം എന്നുള്ള പദമോ എന്ന് പറയാൻ പാടില്ല, പദം എന്ന് തന്നെ പറയണം അല്ലേ. അത് ആ വ്യത്യാസങ്ങൾ മറ്റേതിൽ പാടി ശീലിക്കുമ്പോൾ അത് കൊണ്ടുവരും. ഇപ്പോൾ യേശുദാസ് അദ്ദേഹം മാത്രമാണ് അങ്ങനെ. നമുക്ക് കർണാട്ടിക്കിൽ ഡീപ്ലി ട്രെയിൻഡാണ് അദ്ദേഹം, പക്ഷേ കർണാട്ടിക് പാടുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ അഴുത്തം വരുന്നില്ല എന്ന് പറയുന്നൊരു പരിപാടി പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ലൈറ്റ് മ്യൂസിക് സാധ്യമായിട്ട് പാടുന്നു. കർണാട്ടിക്കിലും ഈ അറ്റംപ്റ്റ്സ് അല്ലേ, സംഗീത സഭകളിൽ വരെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ഈ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏക വ്യക്തി അദ്ദേഹമായിരിക്കും. നേരത്തെ പറഞ്ഞ ഈ പോപ്പുലറൈസ് ചെയ്യുന്ന ഈ കർണാട്ടിക് മ്യൂസിക് പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. സാധാരണക്കാരൻ കർണാട്ടിക് വേദികൾ നിറഞ്ഞ് കാണുന്ന, അവിടെ ആ ഒരു പ്രൗഢി കൊണ്ടുവരുന്ന ഒരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുമാത്രം അതിനകത്തേക്ക് നീതി അദ്ദേഹം പുലർത്തിയോ ഇല്ല, അത് വേറെ കാര്യം. ദേവിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ് സിംഗേഴ്സ് എങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന് അത് ഒരുപാട് എളുപ്പമാണ്. അത് സ്വരജ്ഞാനം ആണ്. സ്വരജ്ഞാനം ഇപ്പോൾ ഏത് വഴിയിലൂടെയാണ് ഈ ട്യൂൺ കൊടുക്കുന്നത്, ഇത് ട്യൂണായിട്ടേ ആൾക്കാർ കേൾക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ വഴി നമ്മൾ മറ്റേ ചില പൂമ്പാറ്റയിലൊക്കെ പണ്ടിങ്ങനെ ഡോട്ട് ഇത് 1 2 3 4 കൊടുത്തിട്ട് അത് യോജിപ്പിക്കുമല്ലോ. അത് പിന്നെ വരയ്ക്കുമ്പോഴൊരു മൂക്കായി മാറുന്നത്. 1 ഇവിടെയാണെങ്കിൽ 2 ഇവിടെ ഇരിക്കും. 2 തപ്പി നമ്മൾ അലയും. പക്ഷേ വരച്ചു വരുമ്പോൾ അതൊരു സ്മൂത്തായിട്ടുള്ളൊരു രൂപമായി മാറും. അത് തന്നെയാണ് പാട്ട്. ഈ സ്വരങ്ങളാണ് ഈ ഡോട്ടുകൾ. അത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ അതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്വരം, ഈ ഡോട്ടുകൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റിയാൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ട്യൂണുകളായിരിക്കും ഈ സിംഗേഴ്സ് പാടുന്നത് പലപ്പോഴും. നമ്മൾ പുതിയൊരു ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പഴയ ട്യൂണിൽ നിന്ന് ചിലപ്പോൾ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പഴയ പാട്ടുകളുടെ ട്യൂണാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവർ സീസൺഡായിരിക്കും പഴയ ഫ്രേസുകളുമായിട്ട്. അത് പുറത്ത് ചാടും. എന്തോരം പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇവർ ഓൾറെഡി ഫിക്സ്ഡാണ് അതിൽ. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ നോട്ടുകൾ. ഇത് ഇങ്ങനെ നമ്മൾ വരച്ചൊക്കെ കാണിച്ചു, പടമൊക്കെ വരച്ച് കാണിച്ചു തരും. പക്ഷേ ചിലരത് കിട്ടിയാൽ അവർക്കറിയാം തെറ്റാണ് പാടുന്നത് അറിയാം, പക്ഷേ അവർക്ക് തിരുത്താൻ പറ്റില്ല. അതങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും. സ്വരം അറിയാമെങ്കിൽ അവർ ആ സ്വരം ഐഡൻറ്റിഫൈ ചെയ്താൽ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള അതിപ്പോൾ കർണാട്ടിക് തന്നെ പഠിക്കണമെന്നില്ല. ഏത് ക്ലാസിക്കൽ, വെസ്റ്റേൺ ക്ലാസിക്കലായാലും മതി. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിച്ചാൽ കൂടുതൽ ഹെൽപ്ഫുള്ളാവും. കാരണം ഇതൊക്കെ സിലബസ് ആണല്ലോ, ഓരോ സിലബസാണ്. ഇതൊന്നും ഈ സോ കോൾഡ് ക്ലാസിക്കൽ സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല. ക്ലാസിക്കൽ അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ ഫ്രീക്വൻസി ഐഡൻറ്റിഫൈ ചെയ്താലും മതി. ത ത എന്നുള്ള ഫ്രീക്വൻസി, ഇങ്ങനെ ഫ്രീക്വൻസി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അങ്ങനെ ആ ഇൻറ്റേർണൽ ലിസണിങ് നമ്മൾ പഠിച്ചാൽ മതി. കർണാട്ടിക്കോ എന്തോ ഒന്നും ആവണം നിർബന്ധമില്ല. യെസ്, അതാണ് വാക്ക്. ഇൻ്റലിജൻസ് ആണ്. ഫ്രീക്വൻസിയെക്കുറിച്ചുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ അങ്ങനത്തെ ഒരു സാങ്കേതിക ഫ്രീക്വൻസി അല്ല. നമ്മളതിൻ്റെ എസ്തെറ്റിക്കലായിട്ട് ആ നിലനിൽപ്പില്ലേ സ്വരത്തിൻ്റെ, അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയാൽ അങ്ങനെ എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. എത്രയോ പേര് അങ്ങനെ പഠിക്കാതെ ബ്രില്യൻ്റായിട്ട് പാടുന്നവരുണ്ട്. ഈ ടി വി ചാനൽസിൽ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ്, അതിൽ പല പാട്ടുകളും ഭയങ്കര ഹ്യൂജ് പോപ്പുലാരിറ്റിയാണ്. അത് പബ്ലിക് അതിനെക്കുറിച്ച്, ആ പാട്ടുകളെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും അതിനെങ്ങനെയാണ് ഒരു ഷോ ബിസിനസ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രതിഭകൾ വിരലിലെണ്ണാവുന്നവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അജീമിനെ പോലുള്ളവരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളവരാണല്ലോ. രൂപ, അങ്ങനെയുള്ള വളരെ കുറച്ച്. ബാക്കി എല്ലാവരും ഈ
എനിക്ക് തോന്നുന്നു ഈ പഴയ പാട്ടുകളാണല്ലോ പാടുന്നത് എല്ലാവരും. ഇപ്പോൾ അതിൻ്റെ ഞാൻ പലപ്പോഴും ഈ ഇത്തരം വേദികളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പുതിയ പാട്ടുകൾ മോശമാണെന്ന് പറയാൻ കാര്യം ഈ കുഞ്ഞു കുട്ടികൾ പോലും പാടുന്നത് പഴയ പാട്ടുകളാണ്. അതാണ്. പക്ഷേ ഇത് കാണുന്നവർ 60 വയസ്സുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ്. വേറെ ഒന്നിനും ഉത്തരവില്ല. ഇത് കാണുന്നത് നമ്മളുടെ മക്കളോ ഒന്നും ഇത് കാണുന്നില്ല. ഈ സൂപ്പർ സ്റ്റാറോ ഇതൊന്നും ഇവർ കാണുന്നില്ല. കാണുന്നതൊക്കെ ഈ 60 വയസ്സിനും 50 വയസ്സിനും മേലെയുള്ള പാവം കൊച്ച് എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇന്നലെ അവർ മറ്റേ താമസഗന്ധിയെ പാടി എന്തൊരു രസമാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. നല്ല കാര്യമാണ്, ഓക്കെ. ബട്ട് അതിൽ നിന്ന് കൺസ്ട്രക്റ്റീവായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഈ കുട്ടികളെ പെറ്റ്സായിട്ട് വരിക, ഫേവറേറ്റ്സായിട്ട് ഉണ്ടാക്കുക, അവരുടെ കഥകൾ പറയുക. കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. ഏത് സിനിമയിലാണ് പാട്ടെന്നുണ്ട്, ഓന്തൻ്റെ മകൻ എന്നൊരു കുട്ടി പറയാം. അത് എനിക്ക് തോന്നിയത് ക്രിയേറ്റഡ് ആണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും അത് പോകുന്നത് ഈ ഉദയനൻ്റെ മകൻ എന്ന് പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണോ അത്? അതൊക്കെ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. അതെ. അങ്ങനെയൊന്നും അത് അവരെ ഫേവറേറ്റ്സ് ആക്കുക എന്ന് പറയുന്ന ഒരു ജോലി ഇവർക്ക് സംഭവിക്കും. ഞാനും ഇരുന്നിട്ടുണ്ട്, ജഡ്ജൊക്കെ ആയിട്ടിരുന്നുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഷോ ബിസിനസ്സാണ്. അതിൽ പരസ്യങ്ങൾ കിട്ടുന്നു, ജഡ്ജസിന് റെമ്യൂണറേഷൻ കിട്ടുന്നു, കുട്ടികൾക്ക് ആ സമയത്തുള്ള പോപ്പുലാരിറ്റി കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് നല്ല പ്രതിഭകൾ അതിലൂടെ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് ഉണ്ടാവട്ടെ, അതിന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് സത്യം. അല്ല, അങ്ങനെ നല്ല കുട്ടികളാണ് ഇവർ പക്ഷേ ഇവരുടെ എന്നുവെച്ചാൽ മനുഷ്യരല്ലേ ഇവർ. ഈ ഒരു ചെറിയൊരു ഠാവട്ടത്ത് നിന്ന് പുറത്ത് വരാൻ അവരുടെ ഈ പോപ്പുലാരിറ്റി അവർ സമ്മതിക്കില്ല പലപ്പോഴും. വലിയൊരു ലോകം, അതിൽ ഈ എന്താ പറയുക, അതിലുണ്ടാകുന്ന ഒരുപാട് തരം ലെയേഴ്സ് ഓഫ് മനുഷ്യർ, ഇവരെ ഒന്നും ഇമോഷൻസ് ഇതൊക്കെ കാണാൻ അവർ പിന്നെ കുറേ സമയമെടുക്കും. പിന്നെ ഇതിന് പുറത്തിറങ്ങിയൊരു 3 കൊല്ലത്തേക്ക് ഒരു ഭയങ്കര ഗ്ലാമർ ഷോസിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആളുകളെ പരിചയപ്പെടാൻ സമയമെടുക്കും, പുറം ലോകവുമായിട്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എത്ര കുട്ടികളാണ് പിന്നീട് നമ്മൾ കാണുന്നത്, എത്രയോ പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ പ്രതിഭയില്ലാണ്ടായിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ ഇത് ലാക്ക് ചെയ്യുന്നുണ്ട്. ശുദ്ധസംഗീതം എന്ന ഡിബേറ്റബിൾ ആയ ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ ഈ നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില പാട്ടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രംഗപുരവിഹാര എന്നുള്ള ഒരു പാട്ട്, അതിപ്പോൾ സുബ്ലക്ഷ്മി പാടി ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അത് കവർ സോങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് പലരും തിരിച്ച് ആ പാട്ട് കേൾക്കാൻ പോകുന്നു. അല്ല, ആ പാട്ട് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നല്ല. അത് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുള്ളൂ. കേൾക്കേണ്ടവര് മാത്രമേ അത് കേൾക്കുള്ളൂ. അത് പ്യുവർ ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. അത് ഉറപ്പായിട്ടും അത് കർണാട്ടിക് മ്യൂസിക് ശരിക്കും പോപ്പുലറൈസ് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം ഉറപ്പായിട്ടും. അതൊന്നും ഇങ്ങനെ മണ്ഡപത്തിൽ മാത്രം ഇരുന്ന് ചമ്രം പണിഞ്ഞിരിക്കുന്ന പാടേണ്ട ഒരു കാര്യം മാത്രമായിട്ട് അവശേഷിക്കേണ്ടതില്ല. അത് അത്തരം ചട്ടക്കൂടൊക്കെ പൊളിച്ച് പുറത്ത് വരണം. ലോക സംഗീതമായിട്ട് സംവദിക്കണം മ്യൂസിക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബട്ട് ഇൻ ദ പ്യൂറസ്റ്റ് വേ. അത് രണ്ട് മ്യൂസീഷ്യൻസും അതിൻ്റെ ഇത് അറിഞ്ഞുകൊണ്ട്, വാല്യൂവും അതിൻ്റെ റൂട്ട്സും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നല്ല സംഗീതം ഉണ്ടാവും. വേറെ കർണാട്ടിക് റോക്ക് എന്നൊക്കെ പറയുന്ന ജോണർ തന്നെ ഉണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഷുഡ് ബ്രേക്ക് ദിസ് റിലീജിയസ് ഈ സ്പിരിറ്റ് മറ്റേ ഭക്തി അതും വിടണം. അത് ദൈവത്തെ മാത്രം അത് ആയിരുന്നോട്ടെ, നല്ല ക്ലാസിക്കുകളുണ്ട്, ഓക്കെ. അത് വിട്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ കർണാട്ടിക് മ്യൂസിക്കിലൂടെ പറയാൻ പറ്റണം. അത്തരം വിഷയങ്ങൾ കൂടി പറയാൻ പറ്റണം. സ്ത്രീ ഇവിടെ സ്വാതന്ത്ര്യമെന്നോ അതിൻ്റെ വാല്യൂ എന്നോ സോഷ്യൽ എറ്റിക്കറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റണം കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഭാഷയിൽ. രാഗാധിഷ്ഠിതമായിട്ട് നല്ല കീർത്തനങ്ങളുണ്ടാവണം. അത് ബ്രേക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. എന്നെ കുറിച്ചുമാണ് ഈ പറയുന്നതെന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്ക് കേൾക്കാൻ തോന്നുള്ളൂ. എന്നെക്കുറിച്ചും ആണ് പറയുന്നത്, അല്ലെ എൻ്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് ഈ പറയുന്നത്, കൊള്ളാം എന്ന് പറയുമ്പോഴാണല്ലോ ഇതിന് പ്രസക്തി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചർവിത ചർവണമാണ്. പിന്നെ
അതിനകത്ത് പ്രാഗൽഭ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസീഷ്യൻ്റെ എബിലിറ്റിയാണ്, സ്കില്ലാണ്. മ്യൂസീഷ്യൻ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു, അയാളുടെ വൈഭവം, അയാളുടെ മനോധർമ്മം, ഇതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു കർണാട്ടിക് കൺസേർട്ടിൽ ഒരു കല്യാണി അന്ന് ബാലമുരളീകൃഷ്ണ സാറ് പാടിയ പോലെയല്ല ഇന്ന് ടി.എം. കൃഷ്ണ അദ്ദേഹം പാടുന്നത്. വ്യത്യാസം ഉണ്ട്. കല്യാണി തന്നെയാണ് പക്ഷേ, ബട്ട് വി ക്യാൻ ലിസ്. പക്ഷെ അത് അറിയുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് വിഷയമാണ് വേണ്ടത്, സബ്ജക്റ്റ്, അതും കൂടി പറയാൻ പറ്റണം. ടി.എം. കൃഷ്ണ പാടുന്ന രംഗപുര വിഹാരിയും ഇപ്പൊ ഹരീഷ് പാടുന്നതും ഒരേ രീതിയിൽ നിലനിന്ന് അല്ല, കൃതികൾ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. കൃതികൾ ചിട്ടപ്പെടുത്തിയ പോലെയാണല്ലോ. അതിനകത്ത് ചില ഇംപ്രവൈസേഷൻസ് മാത്രമേ അത് സാധ്യമുള്ളൂ. അല്ല, കൃതികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, രാഗവിസ്താരത്തിൽ, പ്രത്യേക രാഗത്തിൻ്റെ വിസ്താരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഉണ്ടാവും. കൃതികൾ എപ്പോഴും ഈ സോങ്സ് പോലെ തന്നെയാണല്ലോ, കൃതികൾ അതേപോലെ തന്നെയാണല്ലോ പാടുന്നത്. രംഗ എന്നാണല്ലോ പാടുന്നത്, രംഗ എന്ന് പാടില്ലല്ലോ, രംഗപുര എന്നുള്ള പാടുള്ളൂ. അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് സോങ് പോലെ തന്നെ. അത് ഒരു പരിധി വരെ ആവാമല്ലോ. അത് രാഗ അതായത് ഇപ്പോൾ സാധാരണ ഒരു ഗാനവും കീർത്തനവും തമ്മിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു രാഗം, കല്യാണിയിൽ ഒരു കൃതി അല്ലെങ്കിൽ ഹരഹരപ്രിയയിൽ പക്കാല നിലബടി എന്ന് പറയുന്ന കൃതി, ഇതിൽ ഹരഹരപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്നു. അതൊരു ഡേറ്റിയെക്കുറിച്ചുള്ളൊരു ഇതായിരിക്കും അല്ലേ, പ്രകീർത്തനമായിരിക്കും. അത് 10 പേര് പാടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് പോയി. കാരണം ഇത് തന്നെയല്ലേ ഉള്ളൂ, എന്നെ രക്ഷിക്കാൻ പറയാമെന്നുള്ളതൊക്കെ തന്നെ ഇന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങളുണ്ടാകും. പന്നകാഭരണ റാണി പുരാണി പരമേശ്വരി വിശ്വേശ്വരി, ഇത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം കേട്ടാൽ അത് കേട്ടല്ലോ, പിന്നെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ആകാശമായവളെ എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയാനുണ്ട്, നമുക്ക് ഓർത്തിരിക്കാനും ഹോണ്ട് ചെയ്യപ്പെടാനും ഉണ്ട്. സോ അപ്പോൾ ഗാനത്തിന് അതിൻ്റേതായിട്ടുള്ള വേറെ അസ്തിത്വമുണ്ട്. സോ അത് വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് ഗാനം. അതിൻ്റെ ട്യൂൺ ഇടുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ച് പദം എഴുതുന്നതൊക്കെ അത് കൃത്യമായ റീസൺ ഉണ്ട്. കൃതിക്കിപ്പോൾ വാതാപി വാതാപി വാതാപി, ഇപ്പം വാതാപി എന്നുള്ള വാക്ക് എവിടെ പോയി? അത് പോയി. ആ വാതാപി ഗണപതിയും എന്ന് പറയുന്നതിന് ഇതിന് ഇംപ്രവൈസേഷൻസ് പറഞ്ഞ പദത്തിൻ്റെ സ്വഭാവം, നമ്മൾ ഉച്ചരിക്കുന്ന സ്വഭാവമൊക്കെ പോയി. അത് കേവലം അതിൻ്റെ ഇംപ്രവൈസേഷൻസിലേക്ക് അത് കയറി. അത് എൻ്റെ പേഴ്സണൽ ഇതാട്ടോ, അതൊരു ജനറിക്കായിട്ടൊന്നും എടുക്കണ്ട. അത് ആണ് കീർത്തനത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ആകാശമായ അല്ലേ, ഏത് പാട്ടും ആയിക്കോട്ടെ, ഇപ്പം ഇന്നലെ നീയൊരു അത് വേറെ രീതിയിൽ പാടിക്കോളൂ, ബട്ട് കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും. ഇപ്പം ഇന്നലെ നീയൊരു സുന്ദര രാഗമായെന്നുള്ളത് ഈ ബേഗഡയിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുന്ന നിയമമൊന്നുമില്ല. അനദർ മ്യൂസീഷ്യൻ ക്യാൻ ഡു അനദർ ട്യൂൺ, ബട്ട് ഇറ്റ് ഷുഡ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അയാളുടെ സമീപനമായിരിക്കണം. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി എൻ പൊന്നോടക്കുള്ളിൽ വന്ന് ഒളിച്ചിരുന്നു എന്ന് അയാൾക്ക് എങ്ങനെ പാടാൻ പറ്റുന്നു അയാൾ പാടുക. അല്ലാതെ ഇതിൽ കിടന്നിട്ട് ഇത് ചെയ്യരുത്. അതാണ് അത് ഒരു നിലപാട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഒരു മ്യൂസീഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു ട്യൂൺ. സോ അതിൽ കയറി അത് ബേഗഡ രാഗത്തിലാണെന്ന് പറഞ്ഞിട്ട് ബേഗഡയിലുള്ള സകല സംഗതികളും അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. അത് വരരുത്. പൊന്നോട പൊന്നോട അത് ദക്ഷിണാമൂർത്തിയുടെ ഓടക്കുഴലല്ല, വേറെ അങ്ങനെ പറയുന്നത്. കണക്ട് ചെയ്തൊരു കാര്യം, ടി.എം. കൃഷ്ണ വന്നു കഴിഞ്ഞപ്പോൾ ചെന്നൈ സംഗീത സഭയിൽ പ്യൂരിറ്റൻ അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ ഇതൊക്കെ പൊളിക്കണമെന്നാണ് പറയുന്നത്. ഇത് ഈ പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ബ്രെയിനിൻ്റെയോ മനസ്സിൻ്റെയോ ഒരു ചെറിയ ട്വിസ്റ്റ് മതി ഇത് പൊളിക്കാൻ. അത് ആൾക്കാർ സ്റ്റബേൺ ആയതുകൊണ്ടേ പൊളിക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെയാണ് സംഭവിക്കുന്നത്. ഇത് ഇവിടെ മാത്രമുള്ളേ. അതൊക്കെയാണ് പ്രശ്നം. ഈ കാസ്റ്റ് ഇതിൻ്റെയും ഈ ഹൈറാർക്കിയുടെയും ഇതൊക്കെ അവർക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ റൈറ്റ് പോലെയാണ്. അതൊക്കെ
പൊളിക്കുക എന്നുള്ളതാണ്. എളുപ്പമല്ല അത്, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇത്തരം സിസ്റ്റം. ഇതൊക്കെ പൊളിക്കപ്പെടണം. ഒരു രാത്രി കൊണ്ട് പൊളിക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പൊളിക്കണം. ആൾക്കാർക്ക്, പുതിയ കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കണം. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും വീണ്ടും ഇതിങ്ങനെയല്ലേ, സിസ്റ്റം ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. അതല്ലേ ശരി. അല്ലാത്തവരെന്തിനാണിത് എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ട്. ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സമഗ്രമായിട്ട് വളരേണ്ട ഒരു കാര്യമാണെന്ന് അവർ തിരിച്ചറിയണില്ല. ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്തോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിലും ചെയ്തോട്ടെ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നൊരു പരിപാടിയാണ് നടക്കുന്നത്. അത് ഒരുമിച്ച് മാറണമല്ലോ, സിസ്റ്റം മാറണം. അത് മാറിയതാണെന്ന് പോലും ചിന്തിക്കപ്പെടാത്ത രീതിയിൽ മാറ്റങ്ങളോട് സംഭവിച്ചിട്ടുള്ളതല്ലേ. അത് നമ്മൾ മാറിയതാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ മാറപ്പെട്ട ആൾക്കാരല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ മാറണം, പൊളിക്കണം എന്ന് ഞാൻ പറയുന്നത്.